നമസ്കാരം. ഏതിരുട്ടിലും ഒളിച്ചിരിക്കും. വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും. എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും. ചിലപ്പോൾ ജീവനെടുക്കും. വെറും മോഷ്ടാക്കളല്ല, ആക്രമകാരികളായ മോഷ്ടാക്കളാണ് ഇന്ന് മലയാളിയുടെ മനസ്സിൽ ഭയമായി വളർന്നിരിക്കുന്ന കുറുവാ സംഘം. കുറുവാ സംഘം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിൽ പിടിയിലായ തമിഴ്നാട് സ്വദേശി കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരാണ് കുറുവാ സംഘം? ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല, മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണിത്. കുറഞ്ഞത് 3 പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത്. മോഷണത്തെ തൊഴിലായി കാണുന്നവരായതിനാൽ യാതൊരു കുറ്റബോധവും ഇവർക്ക് ഉണ്ടാകാറില്ല. പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും എല്ലാം കൂടിച്ചേർന്നാണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്കും എത്തുന്നത്. പകൽ ആക്രിപെറുക്കൽ, മീൻപിടുത്തം, തുണി വിൽക്കൽ പോലുള്ള ചെറിയ ജോലിയൊക്കെ ചെയ്ത് നടക്കും. അപ്പോഴാണ് മോഷ്ടിക്കേണ്ട വീടുകൾ നിരീക്ഷിച്ച് കണ്ടെത്തുന്നത്. രാത്രിയാണ് മോഷണം. ഏതിരുട്ടും ഇവർക്ക് പ്രശ്നമില്ല. മോഷ്ടിക്കാൻ പോകുന്നതിനും ചില രീതികളുണ്ട്. കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ തോർത്തുകൊണ്ട് മുഖം മറയ്ക്കും. ഷർട്ടും ലുങ്കിയും അരയിൽ ചുരുട്ടി വെച്ച് ഒരു നിക്കറിടും. പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനായി ശരീരം മുഴുവൻ എണ്ണയും കരിയോയിലും തേക്കും. ഇതിനെല്ലാം പുറമെ കമ്പും വടിയും വാളും അടക്കമുള്ള ആയുധങ്ങളും കരുതിയിട്ടുണ്ടാകും. മോഷണ ശ്രമത്തിനിടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ഉറപ്പാണ്. അടുക്കള ഭാഗത്ത് വാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി. കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നുവിട്ടും വീട്ടുകാരെ പുറത്തേക്ക് ഇറക്കും. അവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുന്നതും ഇവരുടെ രീതിയാണ്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള റാംജി നഗർ തിരുട്ട് ഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രാമത്തിലെ അംഗങ്ങളായിരുന്നു കുറുവാ സംഘം. പക്ഷേ ഇപ്പോഴത്തെ കുറുവാ സംഘത്തിൽ ഉള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല. തിരുട്ട് ഗ്രാമങ്ങൾ എന്ന പേരിൽ കുപ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണിവർ. തമിഴ്നാട്ടിൽ നരിക്കുറുവ എന്നും ഇവർ അറിയപ്പെടാറുണ്ട്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർ ഈ സംഘത്തിലുണ്ട്. മോഷണത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുവാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടും കാര്യമുണ്ടായില്ല. പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും മേക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗവും എല്ലാം ഇവരെ ശക്തരാക്കി മാറ്റുന്നു. അപൂർവമായി അറസ്റ്റിലാകുന്ന ഇവരെ ജാമ്യത്തിൽ വിട്ടാൽ പിന്നീട് പിടികൂടാൻ കഴിയില്ല. കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ താമസിക്കുന്നതാണ് ഇവരുടെ രീതി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.